പ്രിയമുള്ളവരെ, സുഗതകുമാരി ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ ശബ്ദമാണ്. പ്രകൃതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി സന്ധിയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനമനസ്സുകളെ എന്നെന്നും വിശ്വാസത്തിലെടുത്ത് സമൂഹത്തിന് വേണ്ടി ത്യാഗം സഹിച്ച മഹതിയാണ്. ആറന്മുളയിൽ ജനിച്ചു. പമ്പയുടെ കുഞ്ഞോളങ്ങൾ വളരെ ബാല്യകാലം മുതൽ കണ്ടും രസിച്ചും പഠിച്ചും ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ഈ നാടിൻ്റെ കുന്നും കുളവും പുഴയും മലയും കാടും നീർത്തടങ്ങളുമെല്ലാം സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആ സുഗതകുമാരിക്ക് സമുചിതമായൊരു സ്മാരകം ആറന്മുളയിൽ ഉയരുകയാണ്. സുഗതവനം. ആ വനം വെറുമൊരു മരക്കൂട്ടമല്ല. അവിടെ എല്ലാ ജന്തുജീവജാലങ്ങളും സസ്യലതാദികളും എല്ലാം അവിടെ ഉണ്ടാകും. സുഗതകുമാരിയുടെ ജീവസുറ്റ കവിതകൾക്ക് വ്യത്യസ്തമായ മാനങ്ങൾ കാണാൻ, ആസ്വദിക്കാൻ, അനുഭവിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ സംരംഭമാണിത്. ഏതൊക്കെ മഹത്തായ ആശയാദർശങ്ങൾക്ക് വേണ്ടിയാണോ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത്, അവയുടെ പ്രചരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്ന മഹത്തായ ഒരു സംരംഭമായിരിക്കും ഇത്. ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രവർത്തിച്ച് ആറന്മുളയിലെ ആയിരക്കണക്കിന് വരുന്ന പാടശേഖരങ്ങൾ സംരക്ഷിച്ച് പ്രകൃതിയെ മുഴുവൻ മാറോടണച്ച് സ്വന്തം ജീവനെ പോലെ കരുതി ആ നാടിനു വേണ്ടി ഉജ്ജ്വലമായ ജനമുന്നേറ്റം സംഘടിപ്പിക്കാൻ എന്നും മുന്നിൽ നിന്ന ആ സുഗതകുമാരി ജനിച്ച സ്വന്തം മണ്ണിൽ ഒരു സ്മാരകം ഉയർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. എല്ലാ സന്ദർഭങ്ങളിലും ഈ നാടിനു വേണ്ടി ശബ്ദിച്ച, ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ആ അമ്മയുടെ സ്മരണ നിലനിർത്താൻ ആറന്മുളയിൽ ഉയർന്നു വരുന്ന ഈ സുഗതവനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏവരും നൽകണം എന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.